ഗ്രന്ഥസമീക്ഷയിലേക്ക് സ്വാഗതം. ശ്രീമതി കെ.ടി. ത്രേസ്യ രചിച്ച ചരിത്രവീഥിയിലൂടെ എന്ന യാത്രാവിവരണ ഗ്രന്ഥമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ശ്രീമതി ത്രേസ്യ എന്ന സഞ്ചാരി സാഹിത്യകാരിയും ഭർത്താവും ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് നാം വിളിക്കുന്ന ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നിവിടങ്ങളിലൂടെ നടത്തിയ യാത്രയുടെ വിവരണങ്ങളാണ് ചരിത്രവീഥിയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ശ്രീ പി ആർ നാഥൻ ഇതിന് അവതാരികയും നോവലിസ്റ്റ് ഷീല ടോമി പിൻകുറിപ്പും എഴുതിയിട്ടുണ്ട്. 13 രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ശ്രീമതി കെ.ടി. ത്രേസ്യയുടെ 5ാമത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ് ഇത്. ഇത്തവണ ഡൽഹിയിൽ നിന്നും ജയ്പൂരിലേക്കാണ് യാത്ര ആരംഭിക്കുന്നത്. ചെറിയ അധ്യായങ്ങളിലൂടെ പല കാഴ്ചകളും വിവരണങ്ങളും നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു. ചൈനയിലെ വൻമതിൽ പോലുള്ള ജയ്പൂരിലെ കോട്ടയും അതിനുള്ളിലെ ശില്പാകൃതമായ കൊട്ടാരങ്ങളും മനോഹരമായ ഭൂപ്രദേശങ്ങളും മാർബിൾ വെട്ടിയെടുക്കുന്ന കൂറ്റൻ മാർബിൾ പാറകളും മറ്റും നമുക്ക് പരിചയപ്പെടാം. അവിടെ നിന്ന് ആഗ്രയിലേക്കാണ് യാത്ര. അക്ബറുടെ രാജ്യതലസ്ഥാനമായിരുന്ന ഫത്തേപൂർ സിക്രിയും റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടുള്ള കൊട്ടാരങ്ങളും ലോകമഹാത്ഭുതമായ താജ്മഹലും ആഗ്ര കോട്ടയും മറ്റും ചരിത്രത്തോടൊപ്പം കെ.ടി. ത്രേസ്യ ഭംഗിയായി തുറന്നു കാട്ടുന്നു. അത്ഭുതവും ആനന്ദവും നൊമ്പരവും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞകാല പ്രതാപത്തിലൂടെ നാം ഒഴുകി നീങ്ങും. ഓരോരോ ചക്രവർത്തിമാരുടെ അഭിമാനവും അഹങ്കാരവും പ്രതാപവും കാലത്തിനു മുമ്പിൽ എഴുത്തിൻ്റെ തന്മയത്വം കൊണ്ട് ഈ ലേഖിക വരച്ചു കാട്ടുന്നുണ്ട്. പിന്നീട് ഡൽഹി കാഴ്ചകളിലേക്കാണ്. ഇഞ്ചോടിഞ്ച് കൊത്തുപണികൾ നിറഞ്ഞ അക്ഷരധാം ക്ഷേത്രം, ലാളിത്യം നിറഞ്ഞ ലോട്ടസ് ടെമ്പിൾ, അത്ഭുതമൂറുന്ന കുത്തബ് മിനാർ. ഈ കാഴ്ചകളോടൊപ്പം ചരിത്രവുമുണ്ടെന്നുള്ളത് യാത്രയുടെ അനുഭൂതിയോടൊപ്പം അറിവിൻ്റെ മേഖലകളും നമുക്ക് തുറന്നു കാട്ടുന്നു. മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടും ഇന്ദിരാഗാന്ധി വെടിയേറ്റു വീണ സ്വന്തം വസതിയുടെ ഉദ്യാനവും നമ്മുടെ കൺമുമ്പിൽ തെളിയിച്ചു തരുന്ന ലേഖികയുടെ വിവരണത്തിലൂടെ കണ്ണീരിൻ്റെ നനവ് നാം അനുഭവിക്കും. മുഗൾ ഗാർഡൻസിൻ്റെ ഭംഗി അനിർവചനീയമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒറ്റയിരുപ്പിലിരുന്ന് വായിച്ചു രസിക്കാവുന്ന ഒരു കൊച്ചു കൃതിയാണിത്. അറിവുകൾ നേടാം, ഓർമ്മകൾ പുതുക്കാം. തുടക്കം മുതൽ അവസാനം വരെ നാം എഴുത്തുകാരിയോടൊപ്പം ചരിത്രചിത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അനുഭൂതിയും ഉണ്ടാകും. കോഴിക്കോട്ടെ പീപ്പിൾസ് റിവ്യൂ ആണ് ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം നിർവഹിച്ചിരിക്കുന്നത്. നന്ദി.